ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരം പറയുന്നു: ഒരു മാലാഖയെ ചെകുത്താനാക്കിയത് അവൻ്റെ അഹങ്കാരമാണെങ്കിൽ ഒരു മനുഷ്യനെ മാലാഖയാക്കുന്നത് അവൻ്റെ വിനയമാണ്. മിശിഹായ സ്നേഹമുള്ളവരെ, ഇന്ന് സീറോ മലബാർ സഭ പുതിയൊരു ആരാധനക്രമകാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കൈത്താക്കാലം. കൈത്ത എന്ന വാക്കിൻ്റെ അർത്ഥം വേനലെന്ന്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വേനൽക്കാലത്താണ് നാം വിളവെടുപ്പുകൾ നടത്തുക. അപ്പസ്തോലന്മാരുടെയും രക്തസാക്ഷികളുടെയും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലമായി സഭയിലുണ്ടായ വളർച്ചയും ആത്മീയ വിളവെടുപ്പിനെയും അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന കാലമാണ്. എങ്ങനെയാണ് സഭയിൽ ഈ വളർച്ച സാധ്യമായത് എന്ന് ഇന്നത്തെ തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗത്ത് വിവർത്തിക്കുന്നു. അത് എളിമയുടെ ശുശ്രൂഷകരായി വർത്തിക്കുന്നതിലൂടെയാണ്. മറ്റുള്ളവർ കാണാനും കേൾക്കാനും വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന യഹൂദരുടെ വിരുന്നിൻ്റെ മധ്യേ നിന്നുകൊണ്ട് അതിഥിക്കും ആതിഥേയനും ഉപദേശം നൽകുന്ന ക്രിസ്തു ഇന്ന് നമ്മോട് പങ്കുവെക്കുന്നത് മനുഷ്യനെ മാലാഖയാക്കുന്ന എളിമയെക്കുറിച്ചാണ്. യഹൂദ സംസ്കാരത്തിൽ വിരുന്ന് എന്നത് ഒരു പ്രധാനപ്പെട്ട ചടങ്ങായിരുന്നു. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇത്തിരി നിലയും വിലയും ഉള്ളവരെ മാത്രമേ അവർ ക്ഷണിക്കാറുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് അതൊരു സാമൂഹ്യപരമായ ആചാരവും അതിലുപരി മതപരമായ അനുഷ്ഠാനം കൂടിയായിരുന്നു. അതുകൊണ്ട് ആ വിരുന്നിൽ പാവപ്പെട്ടവർ, ദരിദ്രർ, വികലാംഗർ തുടങ്ങിയ ആളുകൾ ഒന്നും പങ്കെടുത്തിരുന്നില്ല. കാരണം അത്തരം ആളുകളെ ദൈവത്തിൻ്റെ അപ്രീതി പാത്രമായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ കൈക്കലാക്കുന്നത് കണ്ടപ്പോൾ ഈശോ അവിടെ എളിമയുടെയും ലാളിത്യത്തിൻ്റെയും വിരുന്ന് വിളമ്പുകയാണ്. ഇന്ന് സുവിശേഷ ഭാഗത്തിൽ ഈശോ 2 ഉപദേശങ്ങൾ നൽകുന്നു. ഒന്നാമത്തെ ഉപദേശം അത് അതിഥിക്കുള്ളതാണ്. വചനം പറയുന്നു, നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക. അപ്പോൾ ആതിഥേയം വന്ന് സ്നേഹിത മുന്നോട്ട് കയറി ഇരിക്കുക എന്ന് പറയുമ്പോൾ സകലരുടെയും മുമ്പാകെ നിനക്ക് മഹത്വമുണ്ടാകും. സ്വയം മഹത്വപ്പെടുത്താൻ ശ്രമിക്കുന്നതിലെ മോശത്വവും നിസ്സാരതയും മനസ്സിലാക്കിക്കൊണ്ടാണ് ഈശോ നമ്മളോട് പറയുന്നത് അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക. മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കാണുന്നതാണ് എളിമയെങ്കിൽ തന്നെ തന്നെ ശ്രേഷ്ഠരായി കാണുന്നതാണ് അഹങ്കാരം. പരിശുദ്ധ അമ്മ എലിസബത്തിന് പ്രസവ സമയമായപ്പോൾ അവളെ ശുശ്രൂഷിക്കാൻ അമ്മ പുറപ്പെടുന്നുണ്ട്. ഞാൻ യേശുവിൻ്റെ അമ്മയല്ലേ, ഞാനല്ലേ ശുശ്രൂഷിക്കപ്പെടേണ്ടത് എന്ന് ഒരിടത്തും പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടില്ല. വചനം ഇപ്രകാരം പറയുന്നു: കർത്താവ് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് അവളുടെ ജീവിതത്തിലുണ്ടായ അപമാനങ്ങളെ, വിമർശനങ്ങളെ അതിജീവിക്കാൻ സാധിച്ചത് അവൾ അഭ്യസിച്ച ഈശോയുടെ ഈ എളിമയാണ്. പ്രിയമുള്ളവരെ, നമുക്കുണ്ടാകേണ്ടതും ഈ മനോഭാവമാണ്. സ്വയം ശൂന്യമാക്കിയ ഈശോയുടെ മനോഭാവം. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നാം ഇപ്രകാരമായി: മാത്സര്യമോ വ്യർത്ഥ അഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി പരിഗണിക്കണം. സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ 2ാമത്തെ ഉപദേശം അത് ആതിഥേയനാണ്. നിങ്ങൾ വിരുന്നിന് ക്ഷണിക്കുമ്പോൾ ദരിദ്രർ, വികലാംഗർ, ഉടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. കാരണം തിരിച്ചു തരുവാൻ അവരുടെ കയ്യിൽ ഒന്നുമില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ നമുക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നാം എഴുതി ഓർത്തുമൊക്കെ വയ്ക്കാറ്. കാരണം മറ്റൊരവസരത്തിൽ അവർക്ക് അതേപോലെ തന്നെ തിരികെ നൽകണമെന്ന് നാം ആഗ്രഹിക്കുന്നു. വചനത്തിൽ പറയുന്ന തിരികെ നൽകാനാവാത്തവർക്കുള്ള വിരുന്ന് ഈശോയുടെ പാത്രത്തിലാണ് നാം വിളമ്പുന്നത്. അവരുടെ പുഞ്ചിരി ഈശോയുടെ സംതൃപ്തിയാണ്. എളിമയോടും നിസ്വാർത്ഥതയോടും കൂടി സ്നേഹം മുറിച്ച് വിളമ്പുന്ന നല്ലൊരു ആതിഥേയനായാൽ മാത്രമേ സ്വർഗീയ വിരുന്നിൻ്റെ മുൻനിരയിലേക്ക് നല്ലൊരു അതിഥിയായി നാം ക്ഷണിക്കപ്പെടുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഓരോ വിശുദ്ധ ബലിയും അയോഗ്യരായ നമ്മുടെ ഹൃദയങ്ങളെ തേടിയെത്തുന്ന ഒരു നല്ല അതിഥിയായി, തന്നെ മുറിച്ച് വിളമ്പുന്ന നല്ല ഒരു ആതിഥേയനായി ഈശോയെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കാറുണ്ടോ എന്ന് വിചിന്തനം ചെയ്യും. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് സ്വയം ശൂന്യമാക്കലിൻ്റെ അല്ലെങ്കിൽ എളിമയുടെ ശുശ്രൂഷകരാകാൻ സാധിക്കും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കുകയും
12 അപ്പസ്തോലന്മാരുടെ തിരുനാളായ ഇന്ന് അവരുടെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യും. ആമേൻ.